വീണ്ടും RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിന്റെ വിശദീകരണം തള്ളുന്നു DGPയുടെ റിപ്പോർട്ട്. കൂടിക്കാഴ്ചയിൽ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഒരിക്കൽ കൂടി ഷഫീദ്, ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച്. വിവരങ്ങൾ ഷഫീദ്. പ്രജിത്ത്, കഴിഞ്ഞ ലൈവിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ്. അതായത് ADGPക്ക് കുരുക്കാകാൻ പോകുന്നത് ആ കൂടിക്കാഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ രീതിയിലുള്ള പരാമർശങ്ങൾ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ RSS നേതാക്കളുമായി DGP നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്വകാര്യ സന്ദർശനം എന്ന ADGPയുടെ കൂടിക്കാഴ്ചയിൽ സ്വകാര്യ സന്ദർശനം എന്ന ADGP MR അജിത് കുമാറിന്റെ വിശദീകരണം DGP തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ ഈ RSS നേതാക്കൾ മൊഴി നൽകിയിട്ടില്ല. കൂടിക്കാഴ്ചയുടെ സ്വഭാവം, കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കമടക്കമുള്ള കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് DGP ആ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിവരം. അതായത് കൂടിക്കാഴ്ച എന്തിനെന്ന് വ്യക്തമായ വിവരം നൽകാൻ MR അജിത് കുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് DGPയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അത് വളരെ ഗൗരവമുള്ള ഒരു നിരീക്ഷണമായി, ഗൗരവത്തിലുള്ള സ്വഭാവത്തിലുള്ള നിരീക്ഷണമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. നേരത്തെ ഈ പൂരം അലങ്കോലപ്പെടുത്തലുമായി ബന്ധപ്പെട്ടായിരിക്കും നടപടി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അത് DGP റിപ്പോർട്ടിൽ ADGPക്കെതിരെയുള്ള പരാമർശത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം, കൂടിക്കാഴ്ച എന്തിന് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ADGP MR അജിത് കുമാർ നൽകിയില്ല എന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. RSS നേതാക്കളും അതിൽ മൊഴി നൽകാൻ തയ്യാറാകാത്തത് ദുരൂഹത എന്ന രീതിയിൽ റിപ്പോർട്ടിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്, റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് തന്നെയായിരിക്കാം ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിന് സ്ഥാനം തെറിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുക എന്നുള്ള കാര്യം. സർവീസ് ചട്ടം ലംഘിച്ചു എന്നുള്ള കാരണത്തിൽ ഒരു ടെക്നിക്കൽ റീസണായി മാറി ഒതുങ്ങും എന്നുള്ളതായിരുന്നു നേരത്തെ സർക്കാരിന്റെയും പോലീസ് ആസ്ഥാനത്തെയും ഒക്കെ വിലയിരുത്തിയെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്തായിരുന്നു, ആ കൂടിക്കാഴ്ച എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ മുൻപ് ചില സൂചനകളൊക്കെ വന്നതുപോലെ തന്നെ പൂരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ റിപ്പോർട്ടിലില്ല, ആലങ്കോലപ്പെടുത്തുന്ന വിവരങ്ങൾ റിപ്പോർട്ടിലില്ല. റിപ്പോർട്ടിലുള്ളത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ സ്വഭാവം, ആ സ്വഭാവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് DGPയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിശദീകരണം തള്ളുന്നു MR അജിത് കുമാറിന്റെ എന്നുള്ളതും. സ്വകാര്യ സന്ദർശനം, അതിൽ താൻ ലോ ആൻഡ് ഓർഡർ ADGP ആയിരിക്കെ താൻ അങ്ങനെ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട്, സംസാരിക്കാറുണ്ട്, അവരുമായി അലയൻസ് ഉണ്ടാക്കി വെക്കാറുണ്ട് എന്നൊക്കെയായിരുന്നു ADGP MR അജിത് കുമാറിന്റെ വാദം. ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് DGP റിപ്പോർട്ട്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. RSS ADGP കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ട് എന്ന നിഗമനത്തിലേക്ക്, കണ്ടെത്തലിലേക്ക് DGP എത്തുകയാണ്. ADGP MR അജിത് കുമാറിന്റെ വിശദീകരണം തള്ളുന്നുണ്ട് DGPയുടെ റിപ്പോർട്ട്.